ലോക്സഭാ ഇലക്ഷൻ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ വേളയിൽ പാർട്ടികളെല്ലാം തന്നെ BJP ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, LDF ആകട്ടെ, വേറെ ഏത് പാർട്ടികളായാലും ഇവരെല്ലാം തന്നെ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് വിജയസാധ്യത മാത്രം കണക്കിലെടുത്താണ്. ഇതിലെ ശരിയും ശരികേടും പരിശോധിക്കുകയാണ് RR ടോക്സ് ഇന്ന്. RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജ്യസഭയും ലോകസഭയും നമ്മുടെ ഭരണഘടനാ പ്രകാരം ഈ രാജ്യത്തെ പരമോന്നതമായ നിയമനിർമ്മാണ സഭകളാണ്. ഒരു സാധാരണ പഞ്ചായത്ത് മെമ്പറെ പോലെയോ അല്ലെങ്കിൽ ഒരു മുനിസിപ്പൽ കൗൺസിലറെ പോലെയോ തൻ്റെ വാർഡിലോ അല്ലെങ്കിൽ തൻ്റെ മണ്ഡലത്തിലോ വികസനം കൊണ്ടുവരിക എന്ന ഒരൊറ്റ ഉത്തരവാദിത്തം മാത്രമല്ല ഈ രണ്ട് സഭകളിൽ നമ്മൾ അയക്കുന്ന ജനപ്രതിനിധികൾക്കുള്ളത്. ആരോഗ്യകരമായ പ്രൊഡക്റ്റീവായ ചർച്ചകളിൽ പങ്കെടുക്കുക, നിയമനിർമ്മാണത്തിൽ വളരെ പ്രൊഡക്റ്റീവായി വളരെ ശക്തമായി പങ്കെടുക്കുക എന്നൊരു വസ്തുത ഇവിടെ നിലവിലുണ്ട്. എന്നാൽ ഭാഷയുടെ സാന്നിധ്യമില്ലായ്മ, ഭാഷയുടെ അറിവില്ലായ്മ കാരണം ഇത്തരത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത ജനപ്രതിനിധികളാണ് സാക്ഷര കേരളം എന്ന് നമ്മൾ അഭിമാനത്തോടു കൂടി പറയുന്ന കേരളത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞു വിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ജയിപ്പിച്ചു വിട്ടിരിക്കുന്ന ആൾക്കാരെന്നത് തെളിവടക്കം നമുക്ക് തെളിയിക്കാവുന്ന കാര്യങ്ങളാണ്. RR ടോക്സ് ഉന്നയിക്കുന്ന ഈ ഒരു ആരോപണത്തിൽ രാഷ്ട്രീയമില്ല. അതിനകത്തൊരു പ്രത്യേക പാർട്ടിയെ പറ്റിയല്ല RR ടോക്സ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ലോകസഭയിലും രാജ്യസഭയിലും നടത്തിയ പാളിപ്പോയ ഇംഗ്ലീഷിലുള്ള അല്ലെങ്കിൽ മുറി ഇംഗ്ലീഷിലുള്ള ചില പ്രസംഗങ്ങൾ കേട്ടാൽ അക്ഷരാർത്ഥത്തിൽ ചിരിച്ചു പോവും. മലയാളികളായ നമ്മൾക്ക് ജാള്യത തോന്നും. അതുകൊണ്ട് തന്നെ ഒരു ഇലക്ഷന് സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുമ്പോൾ രാഷ്ട്രീയ ബോധം മാത്രമല്ല, സ്ഥാനാർത്ഥിയുടെ ഗുണഗണങ്ങളും കഴിവുകളും ആ പോകുന്ന സഭയിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതുകൂടി ജനങ്ങൾ കണക്കിലെടുക്കണം എന്ന് ഊട്ടി ഉറച്ച് പറയുവാൻ ഇനി വരുന്ന വീഡിയോ ക്ലിപ്പുകൾ നിങ്ങളെ സഹായിക്കും. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു വിട്ട ചില ജനപ്രതിനിധികൾ രാജ്യസഭയിലും ലോകസഭയിലും നടത്തിയ ആംഗലേയ ഭാഷയിലുള്ള അതിപാണ്ഡിത്യമുള്ള ചില പ്രസംഗങ്ങൾ കേട്ടു നോക്കാം. ആസ്വദിച്ച് കാണുക, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. Sir, Trichy is the cultural capital of Kerala, and it is a land with wonderful spirit of celebrations and festival like world famous Trichur Puram. Trichur is a beautiful model of social harmony. You can see the most famous religious pilgrim centers of all religions of Kerala. But today the handloom textile sector is in doldrums because of various factors, forcing weavers to shift of other jobs to earn a living. Kerala's handloom industry faces many severe problems such as financial problems, irregular payment of dues of the products supplied, lack of rebate. Once again, I would like to remember this honor, this house, and all of us, our members. Employment generation and ensuring the nutritional and food security. The coastal area of Kerala, which extends to 5 kilometers, which forms the 10% of India's. ഇനി കാണുന്നത് ആദരണീയനായ അന്തരിച്ച മഹാനടനും ജനപ്രതിനിധിയുമായിരുന്ന ഇന്നസെന്റ് മലയാളത്തിൽ നടത്തിയ പ്രസംഗമാണ്. മലയാള ഭാഷയോടുള്ള അതിസ്നേഹം കാരണം മലയാളത്തിൽ തന്നെ ഞങ്ങൾ അവിടെ പ്രസംഗിക്കും എന്നൊക്കെയുള്ള ന്യായവാദങ്ങൾ പറയാമെങ്കിലും എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ശക്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുകയില്ല എങ്കിൽ ഇങ്ങനെയുള്ളവർ ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കരുത് എന്ന് ശക്തമായി പറയുവാൻ RR ടോക്സ് ഈ വീഡിയോ ഉപയോഗിക്കുകയാണ്. ഇന്നസെന്റിന്റെ പ്രസംഗത്തിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഈ ഹോസ്പിറ്റലിൽ ഒരു മാസം ഒരു 500 അല്ലെങ്കിൽ ഒരു 300 ഹൃദയ ശസ്ത്രക്രിയ വേണം, അല്ലെങ്കിൽ ഇത്രയും പേർക്ക് സ്റ്റെന്റ് ഇടണം, ഇത്രയും പേർക്ക് ഡയാലിസിസ് നടത്തണം, എന്നാൽ മാത്രമേ ഈ ഹോസ്പിറ്റലിൽ മുന്നോട്ട് പോവുകയുള്ളൂ. എന്തുകൊണ്ടാണ് അറിവും ഭാഷാ നൈപുണ്യവും ഒരു ലോക്സഭാ MP അല്ലെങ്കിൽ രാജ്യസഭാ MP വേണം എന്ന് നമ്മൾ പറയുന്നത്? അത് തെളിയിക്കാൻ മാത്രം ഉതകുന്ന വീഡിയോകളാണ് ഇനി വരുന്നത്. ശ്രീ സുരേഷ് ഗോപി, NK പ്രേമചന്ദ്രൻ, ജോൺ ബ്രിട്ടാസ് തുടങ്ങിയവരൊക്കെ ലോകസഭയിൽ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ രാജ്യസഭയിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളുടെ ചില പ്രസക്ത ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ RR ടോക്സ് പറയുന്നത് കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. Sir, I rise to oppose this bill as well as the ordinance because it is the draconian legislation the parliament has seen during the last 6 decades of independence. Sir, it is totally anti-democratic. Since yesterday, I was very closely listening to the material content raised by Netam ji, Fulo Devi ji, Rathwa ji, Shri Shiva Prasad, Hamare Solanki ji, and Sampatia ji, who had deep interest in tribal affairs and their well-being, the well-being of the tribals. And I was very closely listening to the contention. Thrice. And in all the speeches, without Ayodhya, without Prime Minister,
no speech is completed from the treasury benches. Sudhanshu Trivedi ji, he spoke about astrophysics, Veda, science, everything. Sudhanshu ji, where he has gone? See, after all, he is only a Trivedi. There is a Chaturvedi sitting here. She should be more authoritative about such Vedic sciences. See, RR ടോക്സ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേട്ടമായിട്ടോ കോട്ടമായിട്ടോ കാണിക്കുവാൻ വേണ്ടിയുള്ളതല്ല. ജനപ്രതിനിധികളെ നമ്മൾ തിരഞ്ഞെടുത്തു വിടുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ സമവാക്യങ്ങൾക്കപ്പുറത്ത് അയക്കുന്ന സഭയിൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, അവരുടെ കഴിവ് എന്താണെന്ന് കൂടി ഓരോ വോട്ടർമാരും നോക്കണം എന്ന വസ്തുത ഒന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ RR ടോക്സ് ചെയ്യുന്നത്. വരുന്ന ലോക്സഭാ ഇലക്ഷനെങ്കിലും രാഷ്ട്രീയങ്ങൾക്കപ്പുറം ജനപ്രതിനിധികളെ കഴിവനുസരിച്ച് തിരഞ്ഞെടുത്ത് വിട്ടാൽ നമുക്ക് അഭിമാനത്തോടു കൂടി ലോക്സഭാ TV ഒക്കെ കണ്ടൊന്ന് ആസ്വദിച്ചിരിക്കാം. നന്ദി, നമസ്കാരം.